XYLEM English class. Hello, Makle. Appo nokiye. എന്താ പറയാ സെക്കൻഡ് ടേമിൽ നമ്മുടെ ഫൈനൽ ടേമിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ഏറ്റവും അടിപൊളിയായിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മുടെ ടോട്ടോ ചാൻഡ് ദ ഗ്രേറ്റ് അഡ്വെഞ്ചർ. നമ്മുടെ ടോട്ടോനെ പരിചയപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മുടെ ടോട്ടോന്റെ ക്യാരക്ടർ, ടോട്ടോ എത്രത്തോളം സ്മാർട്ടാണ്, നോട്ടിയാണ്, കുറുമ്പിയാണ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ആക്ച്വലി ടോട്ടോ ചാനൽ ഒരു ഡിസ്കോഴ്സ് ആണ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ടുള്ള ചോദ്യമാണ് ഡയറി റൈറ്റിംഗ്. നിങ്ങൾക്കറിയാം, നമ്മൾ ചോദ്യ പേപ്പർ നമ്മൾ എടുത്ത് നോക്കിയാൽ ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ഡയറി റൈറ്റിംഗ് ആയിരിക്കും. സോ ഇങ്ങനെയാണ് ടോട്ടോ ചാനലിലെ ഒരുപാട് ഡയറി ക്വസ്റ്റ്യൻസിനുള്ള ചാൻസ് ഉള്ള ചാപ്റ്റർ ആണ്. ഒരു ചോദ്യം ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇവിടെ പഠിക്കാൻ പോവാണ്. ഓക്കെ, നോക്കി നിങ്ങൾ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എവിടെയുള്ളതാ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാ. വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ ഹിയർ? See, prepare the diary entry of Yuzuki-chan on the day he climbed the tree. എന്താ അവിടുത്തെ ക്വസ്റ്റ്യൻ? Prepare the diary entry. നിങ്ങളോട് ഡയറി എൻട്രി തയ്യാറാക്കാനാണ് പറയുന്നത്, ഡയറി എഴുതാനാണ് നിങ്ങളോട് പറയുന്നത്. വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ? എന്താ ഇവിടുത്തെ ചോദ്യം? യസുക്കി-chan ഓൺ ദ ഡേ ഹി ക്ലൈംബ് ദ ട്രീ. നമ്മുടെ യസുക്കി-chan ആള് ഡിസേബിൾഡ് ആണ് അല്ലേ, വെയ്യാത്ത കുട്ടിയാണ് നമ്മുടെ ആര്, യസുക്കി-chan. യസുക്കി-chan മാക്സിമം മോട്ടിവേറ്റ് ചെയ്ത് മാക്സിമം താല്പര്യം കൊടുത്ത് മാക്സിമം പിരികേറ്റി കൊണ്ടുവന്നിട്ടുണ്ട് ആര്, നമ്മുടെ ടോട്ടോ. പിരികേറ്റി എന്ത് ചെയ്ത് അവസാനം യസുക്കി-chan എന്ത് ചെയ്തു, മരം കയറാന്ന് സമ്മതിച്ച് മരം കയറുകയും ചെയ്തു. ആ മരം കയറിയ ദിവസം രാത്രി എന്തായിരിക്കും നമ്മുടെ യസുക്കി-chaന്റെ മനസ്സിൽ വരുന്ന തോട്ട്സ് എന്നാണ് ഇവിടെ പറയുന്നത്. എന്തായിരിക്കും ഇവിടെ തോട്ട്സ്? നോക്കിയേ, നമുക്ക് എഴുതിയാലോ. നോക്ക്, ഇവിടെ മിസ് ആൻസർ മാത്രമാണ് കൊടുത്തത്. ഇതിന് മുൻപ് നമുക്കൊരു കാര്യമുണ്ട്, ഫോർമാറ്റ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഡയറി എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്ത് എഴുതണം, ശ്രദ്ധിക്കണേ മിസ്. അത് എന്തുകൊണ്ടാണ് ആൻസറിൽ കൊടുക്കാതെന്ന് വെച്ചാൽ അത് നിങ്ങൾ എന്ത് ചെയ്ത് പറഞ്ഞു പോകും, ജസ്റ്റ് ശ്രദ്ധയില്ലാണ്ട് പോകും. ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ പറയാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഡേറ്റ് എഴുതണം. എന്താ ഡേറ്റ്? ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് നമുക്ക് എഴുതാം 02 അല്ലേ, സോറി 01 ആണല്ലേ ഇന്ന്. നോക്കിയേ, 01 ഫെബ്രുവരി. നോക്കിയേ, ഫെബ്രുവരി 2024 നമ്മൾ ഡേറ്റ് എഴുതി. പിന്നെ നോക്കിയേ, സമയം എഴുതണം നമ്മൾ എപ്പോഴും. ഏതാ സമയം? ഇപ്പൊ ഞാനൊരു 10 മണിക്കാണ് എഴുതുന്നത്, 10 PM. ഇനി ഒരു കാര്യം കൂടി മിസ് പ്രത്യേകം പറയട്ടെ, കുട്ടികള് നിങ്ങളെ പോലെ കൊച്ചു പിള്ളേരാണ് ഡയറി എഴുതുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, വേണമെങ്കിൽ സാലുട്ടേഷൻ യൂസ് ചെയ്യാം. സാലുട്ടേഷൻ ലൈക്ക് മൈ ഡിയർ ഡയറി, മൈ ഡിയർ ഫ്രണ്ട്, മൈ സ്വീറ്റ് ഡയറി, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. കാരണം കുട്ടികളല്ലേ, കുട്ടികളെ വേൾഡിൽ അവർക്ക് ചിലപ്പോൾ ടെഡി ബെയർ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, ഡയറി ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. അതേപോലെ വേറെ എന്തെങ്കിലും അവർ ചിലപ്പോൾ ഭയങ്കര ഫ്രണ്ട് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ ആൻ ഫ്രാങ്കിന്റെ ഡയറി ബെസ്റ്റ് ഫ്രണ്ട് ആയതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ഡിയർ ഡയറി നിങ്ങൾക്ക് കൊടുക്കാം, നോ പ്രോബ്ലം. ഓക്കെ, കുട്ടികളാണ്, വളരെ ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എഴുതുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് എന്ത് കൊടുക്കാം, സാലുട്ടേഷൻ കൊടുക്കാം. അതായത് ഡിയർ ഡയറി, മൈ ഡിയർ ഫ്രണ്ട് എന്നൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാം. ഇനി നോക്ക് ഇവിടെ ഉത്തരം എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. നമുക്കറിയാം, നമ്മൾ ഡയറി എഴുതുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. നമ്മൾ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എഴുതിയാൽ മതി. കടുകട്ടി സാഹിത്യമോ കിടിച്ചാപ്പൊട്ടാത്ത എന്താണ് ഇംഗ്ലീഷ് ഒന്നും എന്ത് വേണ്ട, നമുക്ക് വേണ്ട. ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ. ഇറ്റ് വാസ് മൈ ഡ്രീം ടു ക്ലൈംബ് എ ട്രീ. യസുക്കി-chan എങ്ങനെ എഴുതുന്നറിയോ? ഇറ്റ് വാസ് മൈ ഡ്രീം ടു ക്ലൈംബ് എ ട്രീ. എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഒരു മരം എന്ത് ചെയ്യണം, ഒന്ന് കയറണം എന്നുള്ളത്. ബട്ട് ഐ സ്റ്റോപ്പ് മൈസെൽഫ് ഡ്യൂ ടു മൈ ഡിസേബിലിറ്റി. പക്ഷേ ഐ സ്റ്റോപ്ഡ് മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ പലപ്പോഴും എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്ത് നിർത്തി. എന്തുകൊണ്ടാണ്? ഫ്രം എന്റെ സ്വപ്നത്തിൽ നിന്ന്, ഡ്യൂ ടു മൈ ഡിസേബിലിറ്റി, എന്റെ വയ്യായ്മ കാരണം പലപ്പോഴും ഞാൻ എന്ത് ചെയ്തു, എന്റെ സ്വപ്നത്തിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു, എന്നെ പലപ്പോഴും ഞാൻ തന്നെ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്ത് നിർത്തി. ഐ ഹാവ് ബീൻ വാച്ചിങ്. ഇവിടെ നോക്കിയ ഗ്രാമാറ്റിക്കലി നിങ്ങൾ നോക്കണേ. ഹാവ് ബീൻ വാച്ചിങ് പറഞ്ഞ എന്താണ്, ഞാൻ പലപ്പോഴും പണ്ട് മുതലേ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാറുണ്ടായിരുന്നു. എന്താ? മൈ ഫ്രണ്ട്സ്, എന്റെ കൂട്ടുകാരെ. ഹൗ ദേ ക്ലൈംബ്, എങ്ങനെയാണ് അവർ മരം കയറുന്നത്. ആൻഡ് എൻജോയ് ദ വ്യൂ, മരം കയറി കഴിഞ്ഞതിന് ശേഷം ഹൗ ദേ എൻജോയ്, അവരെങ്ങനെയാണ് ആസ്വദിക്കുന്നത്. ദ വ്യൂ ഫ്രം ദി ടോപ്പ് ഓഫ് ദി ട്രീ, മരങ്ങളുടെ ടോപ്പ് ഓഫ് ദി ട്രീ, മരത്തിന്റെ മേലെ നിന്നും ഉള്ള കാഴ്ച എങ്ങനെയാണ് അവർ ആഘോഷിക്കുന്നത് എന്ന് ഞാൻ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, അതിശയത്തോടു കൂടി വാച്ച് ചെയ്യാറുണ്ട്.
But I never thought I also have a chance to climb. But I never thought that I will also have a chance to climb the tree. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇങ്ങനൊരു അവസരം വരും, ഒരു ട്രീ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ക്ലൈംബ് ചെയ്യാൻ പറ്റും. മൈ ഫ്രണ്ട് ടോട്ടോ ചാൻ, ഷീ ഹെൽപ് മീ. എൻ്റെ ഫ്രണ്ടായ ടോട്ടോ ചാൻ എന്ത് ചെയ്തു, എന്നെ സഹായിച്ചു. ഇൻഫാക്ട് ഷീ എൻകറേജ് ആൻഡ് സപ്പോർട്ടഡ് മീ. ഇൻഫാക്ട് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ ടോട്ടോ ചാനാണ് എന്നെ ശരിക്കും എന്ത് ചെയ്തത്, എന്നെ ശരിക്കും സപ്പോർട്ട് ചെയ്തത്, എന്നെ ശരിക്കും എൻകറേജ് ചെയ്തത്, മോട്ടിവേറ്റ് ചെയ്തത്, എനിക്ക് ധൈര്യം തന്നത്. നൗ ഷീ ഗേവ് മീ കറേജ്. അവൾ എനിക്ക് ഒരുപാട് ധൈര്യം തന്നു. ടോട്ടോ ആണ് എനിക്ക് എന്ത് തന്നത്, ഒരുപാട് ധൈര്യം തന്നത്. ഷീ വാസ് റെഡി ടു ടേക്ക് എനി റിസ്ക്. അവൾ എന്ത് റിസ്ക് എടുക്കാനും റെഡി ആയിരുന്നു. നൗ ഷീ ബ്രോട്ട് ലാഡർ. അവളാണ് എന്ത് കൊണ്ടുവന്നത്, ലാഡർ കൊണ്ടുവന്നത്. However, I managed to climb. എങ്ങനെയോ ഞാൻ എന്ത് ചെയ്തു, അങ്ങ് ക്ലൈംബ് ചെയ്തു. When I sat on the tree, ഞാൻ ആ മരത്തിന്റെ മേലെ കയറിയിരുന്ന സമയത്ത് I felt like I was sitting on the top of the world. ഞാൻ ആ മരത്തിന്റെ മേലെ കയറുന്ന സമയത്ത് I felt that, എനിക്ക് എന്താ തോന്നിയത്, ഞാൻ ഇരിക്കുന്നത് ഏറ്റവും ലോകത്തിന്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് ഞാൻ എന്ത് ചെയ്തത്, ഞാൻ ഇരിക്കുന്നത്. അപ്പൊ അത്രയ്ക്കും എനിക്ക് എന്താണ് സന്തോഷമായി. കാരണം എൻ്റെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹമാണ് എന്ത് ചെയ്തത് ഇപ്പോൾ ഇവിടെ നടന്നെന്ന് പറയുന്നല്ലേ. when I sat on the tree I felt I was sitting on the top of the world. My dream was fulfilling. എൻ്റെ സ്വപ്നം എന്താവായിരുന്നു, യാഥാർത്ഥ്യമാവായിരുന്നു. എൻ്റെ സ്വപ്നം എന്താവായിരുന്നു, എൻ്റെ സ്വപ്നം സത്യമാവായിരുന്നു. I am lucky to have a friend like ടോട്ടോ ചാൻ. ടോട്ടോ ചാനെ പോലുള്ള ഒരു ഫ്രണ്ട് എനിക്കുള്ളത് എന്താണ്, എൻ്റെ ഭാഗ്യമാണ്. I am lucky to have a friend like ടോട്ടോ ചാൻ. ടോട്ടോ ചാനെ പോലൊരു സുഹൃത്തുള്ളത് എൻ്റെ ഭാഗ്യമാണ്. ഇത്രയും എഴുതിയാൽ മതി. ആരായിരിക്കുന്നത്, നമ്മുടെ യസൂക്കി ചാൻ. ഇതാരാ, നമ്മുടെ നോട്ടി കുറുമ്പി. യെസ്, നമ്മുടെ ടോട്ടോ. അപ്പൊ നോക്ക്, ഇത് എളുപ്പല്ലേ, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. എന്തായാലും എന്ത് ചെയ്യുക, ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് പഠിക്കുക. കഴിയുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഇതൊന്നും എന്ത് ചെയ്യുക, പകർത്തി വെക്കുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ എന്ത് വരും, മിസ് ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട എക്സാമിന് വേണ്ടിയിട്ടുള്ള ഡിസ്കോഴ്സസുമായിട്ട് I will be back. Thank you.